നേപ്പാളും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് അറിയാമോ? ശ്രീ പത്മനാഭ സ്വാമിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമങ്ങൾ വെച്ചാണ്. അപ്പോൾ എന്താണ് ഈ സാളഗ്രാമം? നേപ്പാളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റോൺസ് ആണ് സാളഗ്രാമം. നേപ്പാളിൽ പോലും ഇത് അത്ര സുലഭമല്ല. നേപ്പാളിലെ ഗാന്ധകി നദിയിൽ മാത്രമേ ഇവയെ കാണാൻ പറ്റുകയുള്ളൂ. ജുറാസിക് യുഗത്തിൽ ജീവിച്ചിരുന്ന മൊളസ്കുകളുടെ ചുരുണ്ട ഷേപ്പിലുള്ള ഫോസിൽസ് ആണിവ. സാളഗ്രാമത്തിന്റെ പുറത്തുള്ള പാറ്റേൺസിന് ഹിന്ദു പുരാണത്തിലെ വലംപിരി ശംഖിന്റെയും സുദർശന ചക്രത്തിന്റെയും സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഈ കല്ലുകൾ വളരെ പവിത്രമാണ്. തിരുവിതാംകൂർ രാജാവ് നേപ്പാൾ രാജാവിനോട് ശ്രീ പത്മനാഭ വിഗ്രഹത്തിന്റെ നിർമ്മാണത്തിനായി സാളഗ്രാമങ്ങൾ ആവശ്യപ്പെട്ടു. നേപ്പാൾ രാജാവ് ഇത്തരത്തിലുള്ള 50,000 സാളഗ്രാമങ്ങൾ ആനകളുടെ സഹായത്തോടെ പട്ടാളക്കാരുടെയും ആയിരക്കണക്കിന് ഭക്തന്മാരുടെയും അകമ്പടിയോടെ തിരുവിതാംകൂറിലേക്ക് എത്തിച്ചു. ഇതിലെ 12,000 സാളഗ്രാമങ്ങൾ വെച്ചാണ് ശ്രീ പത്മനാഭ സ്വാമിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സാളഗ്രാമങ്ങളെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ആണ് കടുശർക്കര യോഗം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശർക്കരയിൽ 64 പച്ചമരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പേസ്റ്റ് ആണ്. ഫോസിൽ സ്റ്റോൺസ് ആയ സാളഗ്രാമത്തിനെ പ്രാണികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ കടുശർക്കര യോഗത്തിന് കഴിയും. 50,000 സാളഗ്രാമങ്ങളിൽ ബാക്കി വന്നവ പത്മതീർത്ഥ കുളത്തിൽ നിക്ഷേപിച്ചു എന്നാണ് വിശ്വാസം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റിയിലും ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെയും ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഈ സാളഗ്രാമത്തിന്റെ ഹിസ്റ്ററി.